എമ്പുരാൻ സിനിമയുടെ ക്രെഡിറ്റിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപിയുടെ പേര് നീക്കം ചെയ്തിരിക്കുകയാണ്. നന്ദി കാർഡിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം കച്ചവടത്തിന് വേണ്ടിയുള്ള വെറും നാടകമാണ് എമ്പുരാനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നായിരുന്നു സിനിമയെ സംബന്ധിച്ച വിവാദങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ പ്രതികരണം. സിനിമയെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയായിരുന്നു മന്ത്രി. വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്രയേ എനിക്ക് പറയാനുള്ളൂ. കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. സിനിമയിലെ രംഗങ്ങൾ മുറിക്കാൻ ആരും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല, അവർ തീരുമാനിച്ചതാണ് എന്നും സുരേഷ് ഗോപി പറയുകയായിരുന്നു. എമ്പുരാനെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും വലിയ ഭീഷണി തുടരുമ്പോൾ സിനിമയെ പൂർണ്ണമായും തള്ളുന്ന നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളാണ് എന്നുള്ള സത്യം തുറന്നു കാട്ടുന്ന എമ്പുരാൻ സിനിമയ്ക്കെതിരെ കൂട്ടക്കൊലയുടെ ആസൂത്രകരായ സംഘപരിവാർ ഉറഞ്ഞു തുള്ളുമ്പോൾ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ നിർമ്മാതാക്കളും മറ്റും തയ്യാറായത് പ്രബുദ്ധ കേരളത്തിന് അപമാനകരമാണ് എന്ന് INL പ്രതികരിച്ചിരിക്കുകയാണ്. ഫാഷിസ്റ്റ് രീതിയിലൂടെ മികച്ച ഒരു കലാസൃഷ്ടിയെ നശിപ്പിക്കാനും സത്യം എന്നേക്കുമായി മൂടിവെക്കാനുമുള്ള റീസെൻസറിങ്ങിനും വെട്ടിത്തിരുത്തലുകൾക്കും ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉയർന്നപ്പോൾ ജനകീയ പ്രതിരോധത്തിലൂടെ അത് മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങുന്നത് അപകടകരമായ സന്ദേശമാണ് കൈമാറുന്നത്. മോഹൻലാലിന്റെയും ഗോകുലം ഗോപാലിന്റെയും ഖേദപ്രകടനം കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. എമ്പുരാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഘപരിവാറിനെ മാത്രമാണ്. ഇത് ഹിന്ദു വിരുദ്ധ ചലച്ചിത്രമാണ് എന്നുള്ള ഭാഷ്യം RSSന്റേതാണ്. ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ അഴിഞ്ഞാടിയ ഹിന്ദുത്വവാദികളെയാണ് എമ്പുരാൻ തുറന്നു കാട്ടുന്നത്. കേന്ദ്രഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു കുറുക്കുവഴി മാത്രമായിരുന്നു 2000 പേരെ കൂട്ടക്കൊല ചെയ്ത ലോകത്തെ ഞെട്ടിച്ച സംഭവം തന്നെ. ഹോളോകോസ്റ്റിന്റെ ഭീകര ഓർമ്മകളെ ജീവിപ്പിക്കുന്ന എണ്ണമറ്റ സിനിമകൾ ഇപ്പോഴും പുറത്തു വരുന്നത് നാസികളുടെയും നിയോ നാസികളുടെയും എതിർപ്പ് തൃണവൽക്കരിച്ച് തന്നെയാണ്. വർഗീയ ഫാഷിസ്റ്റുകൾ പണം വിടർത്തി ആടുന്നത് കണ്ട് പേടിക്കുന്നത് ഭീരുത്വം തന്നെയാണ്. ലോകം കണ്ടിരിക്കേണ്ട മികച്ച ഒരു ചലച്ചിത്ര സൃഷ്ടിയെ കത്തിവെച്ച് കൊല്ലുന്ന ക്രൂര കൃത്യത്തിൽ നിന്ന് പൃഥ്വിരാജിനെ പോലുള്ള ആർജവമുള്ള ഒരു ചലച്ചിത്രകാരൻ പിന്മാറുമെന്ന പ്രതീക്ഷ ബാക്കിയുണ്ട്. വർഗീയ ഫാഷിസത്തിനും ഭരണകൂട സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന് വരുന്നത് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംവിധാനത്തിന്റെ മരണമാണ് എന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് എന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു.